മുല്ലപ്പെരിയാർ അണക്കെട്ടിന് പുതിയ മേൽത്തോട്ട സമിതി എന്ന തീരുമാനം സംസ്ഥാനത്തിന് ആശ്വാസകരമെന്ന് ഇടുക്കി എം പി ഡീൻ കുര്യാക്കോസ്. കേരളത്തിന്റെ വർഷങ്ങളായുള്ള ആവശ്യമാണ് അംഗീകരിക്കപ്പെട്ടത്. മുൻപ് ഉണ്ടായിരുന്ന മേൽനോട്ട സമിതി എടുത്തതുപോലെ ഏകപക്ഷീയമായ തീരുമാനങ്ങൾ ഇനി ഉണ്ടാകില്ല. കേന്ദ്ര സർക്കാരിന് അവധാനതയോടെ ഇടപെടാൻ അവസരമുണ്ടാകുന്നു. വിഷയത്തിൽ സംസ്ഥാന സർക്കാരിനും ഇടപെടാൻ അവസരമുണ്ടാകും. പുതിയ അണക്കെട്ട് എന്ന കേരളത്തിന്റെ ആവശ്യത്തിൽ അനുകൂലമായ തീരുമാനമുണ്ടാകുമെന്നാണ് പ്രതീക്ഷയെന്നും എം പി കട്ടപ്പനയിൽ പറഞ്ഞു. പുറത്തുവരുന്ന വാർത്തയനുസരിച്ച് നാഷണൽ ഡാം സേഫ്റ്റി അതോറിറ്റി രൂപീകരിച്ചെന്നും മുല്ലപ്പെരിയാർ കേസിൽ അല്ലെങ്കിൽ മുല്ലപ്പെരിയാർ ഉൾപ്പെടെ ഇന്ന് സൂപ്പർവൈസറി കമ്മിറ്റിയുടെ അധീനതയിലാണ്. ആ സൂപ്പർവൈസറി കമ്മിറ്റിയുടെ മുഴുവൻ അധികാരങ്ങളും നാഷണൽ ഡാം സേഫ്റ്റി അതോറിറ്റി ഏറ്റെടുത്തിരിക്കുന്നു. ഇത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ആശ്വാസകരമായ ഒരു വാർത്തയാണ്. എന്തുകൊണ്ടെന്നാൽ സൂപ്പർവൈസറി കമ്മിറ്റിയുടെ ഭാഗത്തു നിന്നും ഏകപക്ഷീയമായ നിലപാട് നമുക്ക് എതിരായി ഉണ്ടാകുമ്പോൾ നാഷണൽ ഡാം സേഫ്റ്റി അതോറിറ്റി എന്ന് പറഞ്ഞാൽ ഇതാദ്യമായി സുപ്രീം കോടതിയുടെ പരിധിയിൽ നിന്നും പുറത്തേക്ക് വന്നുകൊണ്ട് ഇന്ന് രാജ്യത്ത് നിലനിൽക്കുന്ന ഒരു നിയമത്തിന് അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള ഒരു കമ്മിറ്റിയുടെ അണ്ടറിലേക്ക് വരികയാണ്. അപ്പോൾ നമുക്ക് കേരളത്തിനൊരു റീ ഓപ്പണിംഗ് ഈ മുല്ലപ്പെരിയാർ വിഷയത്തിൽ കിട്ടിയാണ്. നാഷണൽ ഡാം സേഫ്റ്റി അതോറിറ്റിയുടെ മുമ്പിൽ ഒരു വിഷയം വരുമ്പോൾ ഇപ്പോൾ തന്നെ ഘടനാപരമായി കേരളത്തിന്റെ ഒരു പ്രതിനിധിയും തമിഴ്നാടിന്റെ ഒരു പ്രതിനിധിയും അക്കാര്യത്തിൽ ഉണ്ടാവും. നാഷണൽ ഡാം സേഫ്റ്റി അതോറിറ്റിയുടെ ചെയർമാനാണ് അതിന്റെ അധ്യക്ഷൻ. ഇത്തരത്തിലുള്ള ഡാമുകളുടെ സർവൈലൻസും ഇൻസ്പെക്ഷനും മെയിന്റനൻസും ഓപ്പറേഷനും ഇതനുസരിച്ച് എന്താണ് ഈ NDSAയുടെ കീഴിലേക്ക് വരികയാണ്. അപ്പോൾ ഒരു ഗവൺമെന്റിന്റെ കീഴിലേക്ക്, സെൻട്രൽ ഗവൺമെന്റ് കേന്ദ്ര സർക്കാരിന്റെ കീഴിലേക്ക് ഈ സംഭവം വന്നിരിക്കുകയാണ്. അപ്പോൾ സൂപ്പർവൈസറി കമ്മിറ്റിയുടെ ആ അവകാശങ്ങളെല്ലാം ഇപ്പോൾ NDSAയിലേക്ക് മാറി. അപ്പോൾ ഗവൺമെന്റ് എന്നുള്ള നിലയിൽ കേന്ദ്ര ഗവൺമെന്റ് ഇക്കാര്യത്തിൽ അവധാനതയോടുകൂടി ഇടപെടാനുള്ള ഒരു അവസരമാണ് കിട്ടിയിരിക്കുന്നത്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഒരു പുതിയ റീ ഓപ്പണിംഗ് ആണ് മുല്ലപ്പെരിയാർ കേസിൽ ഇതുവഴി ഉണ്ടാകുന്നത്. അതായത് ഇന്ന് വരെ ഉണ്ടായിരുന്ന ഒരു ചിത്രമല്ല നാളെ മുതൽ ഉണ്ടാകുന്നത്. കേരള ഗവൺമെന്റിന് ഈ മുല്ലപ്പെരിയാർ വിഷയവുമായി ബന്ധപ്പെട്ട് നമുക്ക് അനുകൂലമായിട്ടുള്ള സാധൂകരണം കൃത്യമായി മുല്ലപ്പെരിയാറിൽ പുതിയൊരു ഡാം വേണം, അതിനനുസരിച്ചുള്ള പശ്ചാത്തലം ഇതാണ് എന്ന് കേസ് പ്രസന്റ് ചെയ്യാനും അതിനനുസരിച്ച് കേന്ദ്ര സർക്കാരിനെ കൊണ്ട് നടപടി സ്വീകരിപ്പിക്കാനും യുക്തിപരമായ നിഷ്പക്ഷപരമായ ഒരു നടപടി സ്വീകരിക്കാനുമുള്ള ഒരവസരമാണ് ഇതുവഴി കിട്ടിയിരിക്കുന്നത്. സൂപ്പർവൈസറി കമ്മിറ്റിയുടെ ഏകപക്ഷീയമായ അടിച്ചേൽപ്പിക്കലുകൾ ഇനി ഉണ്ടാവത്തില്ല എന്നതാണ്. അപ്പോൾ അതുകൊണ്ട് NDSAയുടെ ഭാഗത്തു നിന്നും അനുകൂലമായ ഒരു തീരുമാനം ഉണ്ടാക്കിയെടുക്കുന്നിടത്താണ് കേരളത്തിന്റെ കഴിവ്.